ഇതാണ് മക്കയിലെ ജബലുർ റഹ്മ, കാരുണ്യത്തിന്റെ മല. ഉറച്ച പാറകൾ ഉൾക്കൊള്ളുന്ന ജബലുർ റഹ്മ എന്ന ചെറിയ കുന്ന് അറഫയുടെ കിഴക്ക് ഭാഗത്താണ് നിലകൊള്ളുന്നത്. മസ്ജിദുൻ നമീർ കഴിഞ്ഞാൽ അറഫയിൽ ഏറ്റവും പ്രശസ്തമായ ഭാഗമാണ് ജബലുർ റഹ്മ. കാരുണ്യത്തിന്റെ മലയായി അറിയപ്പെടുന്ന ജബലുർ റഹ്മ അറഫയിലെ പ്രധാന ചടങ്ങായ അറഫ സംഗമത്തിന് സാക്ഷിയായി നിലകൊള്ളുന്നു. ജബലുർ റഹ്മയുടെ കിഴക്കുഭാഗത്ത് മുകളിലേക്ക് കയറുവാനുള്ള കൽപ്പടവുകൾ നിർമ്മിച്ചിട്ടുണ്ട്. ഇതിൽ 60ാമത്തെ പടി ഒരു പ്രസംഗപീഠമാണ്. ഏകദേശം 70 മീറ്ററോളം ഉയരവും 200 മീറ്റർ ചുറ്റളവുമുണ്ട് ഈ പർവ്വതത്തിന്. ഇവിടെ വെച്ചാണ് പ്രവാചകർ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ ചരിത്രപ്രസിദ്ധമായ വിടവാങ്ങൽ പ്രസംഗം ഖുത്ബത്തുൽ വദാ നിർവഹിച്ചത്. ഇതിനെ അനുസ്മരിച്ചുകൊണ്ടാണ് അറഫയിലെ നമിറ മസ്ജിദിൽ അറഫ സംഗമത്തിൽ വെച്ച് പ്രഭാഷണം നടത്തുന്നത്. ജബലുർ റഹ്മ, ജബലുദ് ദുആ, ജബലുത് തൗബ എന്നിങ്ങനെ ധാരാളം പേരുകൾ ഈ പർവ്വതത്തിനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിടവാങ്ങൽ പ്രസംഗത്തിൽ ഇസ്ലാമിക പൂർത്തീകരണത്തിന്റെ ആയത്താകുന്ന അൽയൗമ അക്മൽതു ലക്കും എന്ന് തുടങ്ങുന്ന ആയത്തോതിയപ്പോൾ ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പോലത്തെ സ്വഹാബികൾ നബി തങ്ങൾ വഫാത്തറിഞ്ഞ് കരയുകയും